ഞാൻ വളരെ മനോഹരമായ ഒരു അനുഭവ കഥയാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഗോപാലൻ അധികം ഗോപാലൻ സമം ഗോപാലൻ. എഴുതിയത് VK ശ്രീരാമൻ. വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് ഈ അനുഭവ കഥ. ഗോപാലൻ ഇപ്പോൾ രജനീകാന്തിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ രജനീകാന്തിന്റെ പ്രൈവറ്റ് മസാജർ. പൂമുള്ളിമനയിൽ ആയുർവേദ ചികിത്സ കഴിഞ്ഞു പോയതിനു ശേഷം രജനീകാന്തിന് മസാജിങ്ങൾ താല്പര്യമുണ്ടായതാവണം ഗോപാലന്റെ തലയിൽ ശുക്രൻ ഉദിക്കാൻ കാരണം. ധർമ്മേന്ദ്രയെയും രാജേഷ് ഖന്നയെയും കമലഹാസനെയും ശിവാജി ഗണേശനെയുമെല്ലാം മസാജ് ചെയ്തിട്ടുള്ള ഗോപാലന് രജനീകാന്തിന്റെ സ്വന്തം മസാജറായതിൽ അമിതമായ ആഹ്ലാദമോ അത്ഭുതമോ ഇല്ല. ഇപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് നാട്ടിൽ വന്നതാണ് ഗോപാലൻ. ആ ഒരാഴ്ച വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുടെ സെറ്റിലെത്തിയപ്പോൾ അവിടെ രഞ്ജിത്ത് സാറും സുകുമാരി ചേച്ചിയും കാവ്യമാധവനും എല്ലാം ഉണ്ട്. അഗസ്റ്റിൻ സാറാണ് പ്രൊഡ്യൂസർ. ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ഗോപാലൻ ഇല്ലാതെ പോയല്ലോ എന്ന് അഗസ്റ്റിൻ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഗോപാലൻ വന്നു കയറിയത്. ഗോപാലൻ വന്നു കയറിയപ്പോൾ തളർന്ന മാംസപേശികൾക്കെല്ലാം ഒരു നവോന്മേഷം കൈവന്നു എന്നാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സുനിൽ ഗുരുവായൂർ പറയുന്നത്. വന്നു കയറിയതും ഗോപാലൻ ജോലികൾ ആരംഭിച്ചു. ഇപ്പോൾ രജനീകാന്തിന്റെ ആളാണെന്ന ഭാവമൊന്നുമില്ല. ആള് പണ്ടത്തെ ഗോപാലൻ തന്നെ എന്ന് ജഗദീഷ് ശ്രീകുമാർ. 40 കൊല്ലം കഴിഞ്ഞ് ഗോപാലൻ സിനിമയിൽ പൊറുപ്പ് തുടങ്ങിയിട്ട് അതിനിടെ എന്തെല്ലാം കണ്ടു കേട്ടു അനുഭവിച്ചു. പക്ഷെ ഗോപാലൻ ഇപ്പോഴും പണ്ടത്തെ ഗോപാലൻ തന്നെ. ജഗതി പറഞ്ഞതാണ് നേര്. തെന്നിന്ത്യൻ സിനിമയിൽ മഹാറാണിമാരെ പോലെ വെട്ടിത്തിളങ്ങി നിന്ന നായികമാരായിരുന്നു ലളിത, പത്മിനി, രാഗിണിമാർ. ഇവരിൽ രാഗിണിയാണ് കൊല്ലങ്കോട് മേട്ടുമേളയിൽ പെരുമാൾ മന്നാടിയാർ മകൻ ഗോപാലനെ അവന്റെ 14ാമത്തെ വയസ്സിൽ മസാജിങ് വിദ്യ പഠിപ്പിച്ചത്. ഗോപാലൻ ഇപ്പോൾ 55 വയസ്സു കഴിഞ്ഞു. എങ്കിലും അന്ന് രാഗിണിയമ്മ പഠിപ്പിച്ച ബോഡി മസാജ് വിദ്യ കൊണ്ടാണ് ഗോപാലൻ ഇന്നും സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത്. സംഘട്ടനം കഴിഞ്ഞെത്തുന്ന വില്ലന്റെയും നായകന്റെയും ശരീരം വേദനിക്കുമ്പോൾ, നൃത്തം കഴിഞ്ഞ നായികയുടെ പാദം തളരുമ്പോൾ, ടെൻഷനും ഉറക്കമൊഴുപ്പും കാരണം സംവിധായകന് ക്ഷീണം തോന്നുമ്പോൾ എന്ന് വേണ്ട സിനിമയുടെ സെറ്റിൽ ഗോപാലൻ ഉണ്ടെങ്കിൽ ഹൗ എന്തൊരു വേദന കാലിനും കയ്യിനുമൊക്കെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി. കാണാപ്പുറത്തു നിന്ന് ഗോപാലന്റെ കൈകൾ നീണ്ടുവന്ന് ആ കാലിലും കയ്യിലും പിടുത്തമിട്ടിരിക്കും. മതിയെന്നു പറയുന്നതുവരെ ഗോപാലൻ അഭ്യാസം തുടരും. നാളെയും കൂടി ചെയ്താൽ ശരിയാകുമെന്ന് പറഞ്ഞ് ഗോപാലൻ ചിരിക്കും. പുരികങ്ങൾ ഉയർത്തി കണ്ണു ചിമ്മി ചുണ്ടുകൾ വലിച്ചു നീട്ടിയുള്ള ആ ചിരി ഒരു സ്ഥിരം ഭാവമായ ഗോപാലന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. എല്ലാ ശരീരത്തിനും ഒരേതരം മസാജല്ല. പ്രായം, പദവി, ആണ്, പെണ്ണ് എന്നിങ്ങനെ തരംതിരിച്ച് പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. തട്ടലും തലോടലും അമർത്തലും തിരുമലുമെല്ലാം തരം പോലെ പ്രയോഗിക്കാൻ ഗോപാലൻ അറിയാം. ഞാൻ ഒരിക്കലേ ഗോപാലന്റെ പിടുത്തത്തിൽ പെട്ടിട്ടുള്ളൂ. നടുവിനൊരു ചെറിയ വേദന തോന്നിയപ്പോൾ ഇന്നസെന്റ് ആണ് പറഞ്ഞത് ഗോപാലനെ കൊണ്ട് തടവിച്ചാൽ മതിയെന്ന്. ഗോപാലനും ഇന്നസെന്റും കൂടി മുറിയിൽ വന്നു. എന്നോട് നിർവസ്ത്രനായി കട്ടിലിൽ കമിഴ്ന്നു കിടക്കാൻ പറഞ്ഞു. അനുസരിക്കണോ വേണ്ടിയോ എന്ന് ആദ്യം ഒരു സംശയം തോന്നി. അപ്പോൾ ഇന്നസെന്റ് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ശ്രീരാമ, തൈലം മുണ്ടിലാവാണ്ടാച്ചിട്ട് പറയണതല്ലേ ഗോപാല, നീ ആദ്യം ആ വാതിലടച്ച് കുറ്റിയിട്ടെ, ഇയാൾക്ക് നാണം കൊണ്ടാ. ഗോപാലൻ വാതിലടച്ച് കുറ്റിയിട്ടതും എന്നെ അല്പം ബലമായി തന്നെ കട്ടിലിൽ കമഴ്ത്തിക്കിടത്തിയതും ഒരുമിച്ചായിരുന്നു. അത്ര വലിയ വേദനയൊന്നുമില്ല, തൈലം ഞാൻ തന്നെ പുരട്ടിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു നോക്കിയതാണ്. അതിനു മുമ്പ് ആനപ്പുറത്തിരിക്കുന്നതുപോലെ എന്റെ മുതുകിൽ കയറിയിരുന്ന് ഗോപാലൻ തൈലം തേച്ച് പ്രയോഗം തുടങ്ങിയിരുന്നു. എനിക്ക് ആദ്യം ചിരിയും പിന്നെ കരച്ചിലും വന്നു. ചിലപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചും. അതുകൊണ്ട് ഇന്നസെന്റ് പറഞ്ഞു, ഈ എക്സ്പ്രഷനൊക്കെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് വന്നുവച്ചാ നീ രക്ഷപ്പെട്ടേർന്നു. 15 മിനിറ്റോളം നീണ്ടുനിന്ന പാലാഴി മദനം കഴിഞ്ഞ് ഗോപാലൻ എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് സ്വയം ഇല്ലാതിരുന്ന മതിപ്പ് പൂർണമായും നശിച്ചു. മേൽപ്പറഞ്ഞത് എന്റെ അനുഭവമാണെങ്കിൽ പലർക്കും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ചെറിയൊരു വേദനയ്ക്ക് ഇത്ര വലിയ പീഡനമാണോ ചികിത്സ? അതായിരുന്നു എന്റെ സന്ദേഹം. പക്ഷെ ഗോപാലന് അക്കാര്യത്തിൽ സംശയം തെല്ലുമില്ല. മാംസപേശികളിൽ വേദന തോന്നുന്നുണ്ടോ? തന്റെ പ്രയോഗം പിഴക്കില്ലെന്ന ഉത്തമ ബോധമുണ്ട് അയാൾക്ക്. സിനിമയുടെ സെറ്റിൽ ഗോപാലന്റെ ഡ്യൂട്ടി മസാജിങ് മാത്രമല്ല, എന്തിനും എവിടെയും എപ്പോഴും ഗോപാലന്റെ സേവനം ലഭ്യമാണ്. ഗോപാലൻ വെറുതെ ഇരിക്കുന്നത് ഒരാളും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ജോലി ചെയ്യുന്നത് കണ്ടാൽ അയാൾ കഷ്ടപ്പെട്ടൊരു പണിയെടുക്കുകയാണെന്ന് ആർക്കും തോന്നുകയുമില്ല. ഗോപാലനെ വിളിച്ച് കലാസംവിധായകൻ പറയും, ഗോപാല, ആ ചെടിച്ചട്ടികളിലൊക്കെ വെള്ളം ഒഴിക്കണം, നഴ്സറിയിൽ തിരിച്ചു കൊടുക്കാനുള്ളതാ, ഉണങ്ങിപ്പോയാൽ തിരിച്ചെടുക്കില്ല.
സ്വന്തം പൂന്തോട്ടം നനയ്ക്കുന്ന വീട്ടുടമസ്ഥന്റെ ഭാവത്തോടെ ആയിരിക്കും ഗോപാലൻ ആ ജോലി ചെയ്യുന്നത്. തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ സുകുമാരി ചേച്ചി പറയും, ഗോപാല, നീ നമ്മള് വരുന്ന വഴിക്കൊരു ശിവൻ കോവില് കണ്ടില്ലേ? അവിടെ പോയി 2 പുഷ്പാഞ്ജലിയും പായസവും കൂവളമായും ഷീട്ടാക്കി വരണം. നാളെ നമുക്ക് 2 പേർക്കും കൂടി പ്രസാദം വാങ്ങാൻ പോകാം. ചെടി നനച്ചു കഴിഞ്ഞ് ഗോപാലൻ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും ഉച്ചഭക്ഷണത്തിന് ബ്രേക്ക് പറഞ്ഞ നേരമായിട്ടുണ്ടാവും. അപ്പോൾ ഗോപാലൻ വിളമ്പാനും പാത്രങ്ങൾ വൃത്തിയാക്കാനും സിഗരറ്റും മുറുക്കാനും കൊടുക്കാനും എല്ലാം നിൽക്കും. അതൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും ഒടുവിലാൻ പറയുന്നത്, നാളെ ഗാന്ധി ജയന്തിയാ, ഇന്ന് നേരത്തെ ചെന്ന് സാധനം വാങ്ങി വെക്കണം, വലിയ ക്യൂവായിരിക്കും. ജയലളിതയുടെ ദർശനം കഴിഞ്ഞതിനു ശേഷം തിരൂർ ആലത്തിയൂർ ഹനുമാൻ കോവിലിലേക്ക് വഴി കാണിക്കാനും രജനീകാന്തിനെ ചികിത്സിച്ച പൂമുള്ളിമനയിലേക്ക് കൂട്ടുപോവാനും എല്ലാവർക്കും ഗോപാലൻ തന്നെ വേണം. പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ചെറിയൊരു ദുസ്വഭാവവുമുണ്ട് ഗോപാലന്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടലിലെത്തിയാൽ ചില മുറികളിൽ ചെറിയ പാനവട്ടങ്ങൾ ഉണ്ടാവും. ഏതേത് മുറികളിലാണ് അതുണ്ടാവുകയെന്ന് ഗോപാലന് നന്നായിട്ടറിയാം. സോഡ വേണോ? ഇവിടുത്തെ പീനട്ട് മസാല നല്ലതല്ല. ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്താലോ എന്നെല്ലാം ചോദിച്ച് ഗോപാലൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും. ടീപ്പോയ് തുടച്ച് വൃത്തിയാക്കി ഗ്ലാസുകൾ കഴുകി തുടച്ചു വയ്ക്കും. 1-2 റൗണ്ട് കളി പ്രധാന ടീമംഗങ്ങൾ മാത്രമായി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഗോപാലൻ ഒരു ഗ്ലാസ് കൂടി കഴുകി തുടച്ച് ടീപ്പോയിൽ വയ്ക്കും. ഗോപാലനെ അടുത്തറിയാത്ത ഏതെങ്കിലും സഹൃദയൻ അതിൽ 1-2 ഒഴിക്കും. കടകടാന്ന് ഗോപാലൻ അതെടുത്ത് പൂശും. വളരെ പെട്ടെന്ന് സ്റ്റൈലൊക്കെ മാറും. ഇത് ശ്രദ്ധിക്കാതെ വെടിവട്ടത്തിൽ മുഴുകിയ ആരെങ്കിലും ചിലപ്പോൾ ഗോപാലനോട് പറഞ്ഞെന്ന് വരും, ഗോപാല, സോഡ തീർന്നു, നീ ചെന്ന് 4 സോഡ വേഗം വാങ്ങിക്കൊണ്ടു വാ. റൂം സർവീസിൽ വിളിച്ചു പറഞ്ഞാലൊന്നും ആവശ്യത്തിന് ആളെ കിട്ടില്ല. അതിന് ഗോപാലന്റെ മറുപടി ഇങ്ങനെയായിരിക്കും, തീർന്നെങ്കിൽ പോയി വാങ്ങിച്ചോ. ഞാനൊക്കെ സത്യൻ സാറിന്റെയും കാര്യാട്ട് സാറിന്റെയും ഒപ്പം സോഡ കുടിക്കുമ്പോ നീ എന്ന് പൈപ്പില് വെള്ളം കുടിച്ച് ചാൻസ് ഉണ്ടോ എന്നും പറഞ്ഞ് നടക്കാറുന്നു. ഇപ്പൊ നിനക്ക് ഞാൻ സോഡ വാങ്ങിക്കൊണ്ടുവരണം അല്ലേ? നീ പോയി എനിക്ക് സോഡ വാങ്ങി വാ. പക്ഷെ ഇതൊക്കെ നേരം വെളുക്കുമ്പോഴേക്കും ഗോപാലൻ മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും. കേട്ടയാള് മറന്നിട്ടില്ലെങ്കിൽ ഗോപാലൻ പറയും, ഇന്നലെ ലേസം കൂടിപ്പോയി, മന്നിച്ചിടുങ്കോ, ഞാൻ ഇനി ഈ സാധനം കയ്യോണ്ട് തൊടില്ല. പാലക്കാട് മേലാമുറി മൂത്താത്തറ കർണകി UP സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അവിടെ അടുത്ത് കുരിശുമലയിൽ തൊമ്മന്റെ മക്കൾ എന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിനായി സത്യനും അംബികയും TS മുത്തയ്യായുമെല്ലാം വരുന്നത്. ഗോപാലൻ അന്ന് 10-13 വയസ്സ് കാണും. പല ക്ലാസ്സിലും സാധാരണ തോൽക്കാറുള്ളത് കൊണ്ട് കൃത്യം എത്ര വയസ്സായിരുന്നുവെന്ന് ഗോപാലന് പറയാനാവുന്നില്ല. എന്നാലും 14-നപ്പുറം കടക്കില്ല. അക്കാലത്ത് പാലക്കാട് ഗൌഡ തിയേറ്ററിൽ വന്ന ഉണ്ണിയാർച്ചയും ലൈല മജ്നുവും ഗോപാലൻ കണ്ടിട്ടുണ്ട്. കറവക്കാരൻ നടരാജണ്ണന്റെ കൂടെയാണ് ഗോപാലൻ 2 വട്ടവും സിനിമയ്ക്ക് പോയിട്ടുള്ളത്. സ്കൂളിലൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നതിന്റെ വാർത്ത പരന്നിരുന്നു. ഗോപാലൻ സ്ലേറ്റും പുസ്തകവും നടരാജണ്ണന്റെ വീട്ടിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കുന്ന കുരിശുമലയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സ്കൂളിലെ കുട്ടികളിൽ 3/4 ഭാഗവും നടീനടന്മാരെ കാണാൻ തടിച്ചുകൂടിയിട്ടുണ്ട്. ആർപ്പും വിളിയും പോലീസ് ബഹളവും കാരണം ഗോപാലന് ആദ്യമൊന്നും അടുക്കാനായില്ല. അതുകൊണ്ട് ഗോപാലൻ ഒരു പുളിമരത്തിന്റെ കൊമ്പിൽ പിടിച്ചു കയറി. അതിന്റെ മുകളിലിരുന്ന് ഷൂട്ടിംഗ് കാണാൻ ശ്രമിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ബാലൻ മാഷും കേശവൻ മാഷും കൂടി ചൂരലുമായി വരുന്നത് കണ്ടത്. ഗോപാലന്റെ മനസ്സിൽ ചെറിയൊരു ബുദ്ധി ഉദിച്ചു. അവൻ പുളിമരത്തിൽ നിന്നിറങ്ങി അടുത്തുനിന്ന ഒരു പറങ്കിമാവിന്റെ മുകളിൽ പൊത്തിപ്പിടിച്ചു കയറി ഇലപ്പടപ്പിനുള്ളിൽ മറഞ്ഞിരുന്നു. ബാലൻ മാഷുടെയും കേശവൻ മാഷുടെയും ചൂരലുകൾ പുറത്തു വീണപ്പോഴാണ് കുട്ടികൾ പലരും വിവരമറിയുന്നത്. കുട്ടികൾ പുറംതുടച്ച് ആർത്തു വിളിച്ച് സ്കൂളിലേക്ക് ഓടി. പിന്നാലെ ബാലൻ മാഷും. കുറച്ചുനേരം ഷൂട്ടിംഗ് കണ്ടുനിന്ന ശേഷം കേശവ മാഷും തിരിച്ചുപോയപ്പോൾ ഗോപാലൻ പറങ്കിമാവിൽ നിന്ന് താഴെ ഇറങ്ങി. ഷൂട്ടിംഗ് കാണാൻ കൂടി നിന്നവരുടെ കൂട്ടത്തിൽ അവനും കൂടി. ദാ ആ ഇരിക്കണതാ സത്യൻ. ഏത്? ആ കറുത്ത ആളോ? അത് തന്നെ, സത്യൻ കറുത്തിട്ട് അന്യാ. അത് സത്യനൊന്നുമല്ല, സത്യൻ വെളുത്തിട്ടാ. അടുത്തിരിക്കണ നടിയോ? അതല്ലേ അംബിക. മറ്റേതോ? അത് മുത്തയ്യ. അപ്പോ ആ ജുബക്കാരനോ? അത് സംവിധാനം ശശികുമാർ. ആളുകളുടെ വർത്തമാനത്തിൽ നിന്ന് ഗോപാലൻ ഓരോരുത്തരെയും മനസ്സിലാക്കി. സത്യൻ കറുത്തിട്ടാണെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. സിനിമാ നടന്മാരൊക്കെ നല്ല വെളുത്തു ചുവന്നിരിക്കുമെന്നാ നടരാജണ്ണൻ പറഞ്ഞിട്ടുള്ളത്. സത്യനെ തൊടാൻ പറ്റുമോ? ഗോപാലൻ തന്റെ അടുത്തു നിന്ന് ഒരാളോട് ചോദിച്ചു. കുട്ടികളൊക്കെ തൊടാം, വല്യോക്കാര് ചെന്നാ പോലീസ് തല്ലും. ഗോപാലൻ സത്യനിരിക്കുന്ന കസാരയുടെ പിൻഭാഗത്തു ചെന്നു നിന്നു. ഞാനൊന്ന് തൊടട്ടെ? ഗോപാലൻ ചോദിച്ചു. തൊട്ടോളൂ, തിരിഞ്ഞു നോക്കാതെ സത്യൻ പറഞ്ഞു.
ഗോപാലന് അത്ര പന്തിയല്ല കാര്യങ്ങളെന്ന് തോന്നി. അവൻ ഇരുപുറവും ഇരിക്കുന്നവരെ നോക്കി. അംബിക ഏതോ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുകയാണ്. ഒരു തമിഴത്തി അവരുടെ മുടിച്ചേക്ക് കെട്ടിവെക്കുന്നുണ്ട്. ഇങ്ങേപ്പുറത്ത് മുത്തയ്യയാണ്. അദ്ദേഹം ഉറക്കം തൂങ്ങുകയാണെന്ന് തോന്നുന്നു. ഗോപാലൻ രണ്ടും കൽപ്പിച്ച് സത്യന്റെ മുന്നിലേക്ക് ചെന്നു. കുനിഞ്ഞ് കാൽപ്പടം തൊട്ടു. നിന്റെ പേരെന്താ? സത്യൻ ചോദിച്ചു. ഗോപാലൻ. അച്ഛന്റെ പേരോ? പെരുമാൾ, മരിച്ചുപോയി. അമ്മ? തോട്ടത്തിൽ മീനാക്ഷിയമ്മ. അമ്മയ്ക്കെന്താ ജോലി? അങ്ങനെ പ്രത്യേകം ജോലിയൊന്നുമില്ല. വീട്ടുജോലിക്കെല്ലാം പോകും. അമ്മാവന്മാരുടെ കൂടെയാ ഞങ്ങൾ താമസം. നീ പഠിക്കാൻ പോകുന്നില്ലേ? ചിലപ്പോ പോകും. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അത്രയും പറഞ്ഞപ്പോഴേക്കും ഗോപാലന് കരച്ചിൽ വന്നു. കരയണ്ട, നീ എന്റെ കൂടെ പോരുന്നോ? അമ്മയ്ക്ക് തുണയ്ക്ക് ആരുമില്ല. എന്നാ അമ്മയെയും കൂട്ടിക്കോ. അങ്ങനെയാണ് ഗോപാലനും അമ്മയും കൂടി പാലക്കാട്ടു നിന്ന് വണ്ടി കയറി പോകുന്നത്. ഗോപാലൻ സത്യന്റെ കൂടെ മദിരാശിയിലുള്ള വീട്ടിലേക്കും മീനാക്ഷി അമ്മ സത്യന്റെ കുടുംബം താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ മണക്കാട്ടുള്ള വീട്ടിലേക്കും കുടിയേറി. സത്യൻ മരിക്കുന്നതുവരെ ഗോപാലൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അടുക്കള മുതൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരെ ഗോപാലൻ സത്യന്റെ വിശ്വസ്ത സേവകനായിരുന്നു. അക്കാലത്ത് കോടമ്പാക്കത്തെ മലയാള സിനിമാ പ്രവർത്തകരെയെല്ലാം പരിചയപ്പെടാനും അവരുടെ എല്ലാം സ്നേഹം പിടിച്ചുപറ്റാനും ഗോപാലന് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞു പോകുന്ന കാലത്താണ് രാഗിണി ഗോപാലനെ മസാജ് പഠിപ്പിക്കുന്നത്. AVM സ്റ്റുഡിയോയിൽ രാത്രിയും പകലുമായി നീണ്ടുപോയൊരു നൃത്തരംഗത്തിന്റെ ചിത്രീകരണ വേളയിലായിരുന്നു അത്. തുടർച്ചയായുള്ള അധ്വാനം കാരണം വല്ലാത്ത ക്ഷീണം. കാലുകൾ വല്ലാതെ കഴിക്കുന്നു. കുറേശ്ശെ വേദനയുമുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സെൽവിയോട് കാലിൽ പതുക്കെ അമർത്തിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. അവൾ എത്ര അമർത്തിയിട്ടും രാഗിണിക്കത് തൃപ്തിയാകുന്നില്ല. അവർക്ക് ദേഷ്യം വന്നു. നീ പോ, നിനക്കൊരു വേലയും തെരിയാതെ, സാപ്പിടർക്ക് മട്ടും തെരിയും. അപ്പോഴാണ് അവിടേക്ക് ഗോപാലൻ കടന്നു ചെന്നത്. എന്താ അമ്മ, എന്താ കാര്യം? കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ ഇവിടെ ഇരിക്ക്. സത്യൻ സാറ് വിളിക്കുന്നതുവരെ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. കാൽവിരലുകൾ മുതൽ മുട്ടുവരെ പതുക്കെ പതുക്കെ അമർത്താൻ രാഗിണി അവനോട് പറഞ്ഞു. ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഗോപാലന്റെ കൈപിടിച്ച് ഒരു തവണ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എഴുത്തിനിരുത്തിയ കുട്ടിയുടെ വിധേയത്വത്തോടെ രാഗിണിയുടെ കാലിൽ ഹരിശ്രീ കുറിച്ചു. അതേപ്പറ്റി ഗോപാലൻ പറയുന്നത് ഇങ്ങനെയാണ്. രാഗി അമ്മായുടെ കൈ വളരെ രാശിയുള്ള കൈയാണ് സാർ. കൈയ്യു മാത്രമല്ല കാലും. അവിടുന്ന് അങ്ങോട്ട് ഞാൻ എത്രയോ പേരെ മസാജ് ചെയ്തു. എന്റെ കയ്യു പായാത്ത ശരീരം മലയാള സിനിമയിൽ കുറവാണ്. നസീർ, സത്യൻ, കുഞ്ചാക്കോ, രാമു കാര്യാട്ട്, സാവിത്രിയമ്മ, ദേവകിയമ്മ, പത്മിനിയമ്മ, IV ശശി സാറ് തുടങ്ങി എത്രയെത്ര സാറന്മാരെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? എന്തെങ്കിലും സമ്പാദ്യമൊക്കെ ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല സാർ. ഭാര്യയും ഒരു പെൺകുട്ടിയുമുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തണ്ട എന്ന് കരുതി ഭാര്യയെയും സിനിമയിലേക്ക് കൊണ്ടുവന്നു. അത് പിന്നെ ശരിയായില്ല. 1-2 സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളിൽ അവൾ അഭിനയിച്ചു. ശരിയായില്ല. ഇപ്പോൾ അവൾ വീട്ടിൽ തയ്യൽ വേല ചെയ്യുന്നു. എങ്ങനെയാണ് രജനീകാന്തിന്റെ അടുത്തു ചെന്ന് പെട്ടത്? ബാബ സിനിമയുടെ ഷൂട്ടിങ്ങിന് സീമ ചേച്ചിയോടൊപ്പം പോയതാണ് സഹായത്തിന്. സെറ്റിൽ വെച്ച് സീമ ചേച്ചിയാണ് രജനി സാറിനെ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ രജനി സാർ മദിരാശിയിൽ ഒരു വീടെടുത്ത് തന്നിട്ടുണ്ട്. കുട്ടിയെ അവിടെ ചേർത്തു. ഗോപിക എന്നാണ് അവളുടെ പേര്. ഭാര്യ ശാന്തി. ഗോപികയെ സിനിമാ നടിയാക്കാൻ പ്ലാനുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ ശാന്തിക്ക് അവളെ നടിയാക്കാനാണ് ഇഷ്ടം. അതെന്താണ്? സ്വന്തമായി ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാകണമെങ്കിൽ അവൾ നടിയായിട്ട് വേണമെന്നാണ് ശാന്തി പറയുന്നത്. എനിക്ക് അവളെ പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥയാക്കണമെന്നാണ് താല്പര്യം. നടികളുടെ ജീവിതം പലതും ഞാൻ കണ്ടതാ. തൊലിച്ചുളുങ്ങിയാൽ പിന്നെ ആർക്കും വേണ്ടാതെയാവും. അതവർക്ക് സഹിക്കാനും പറ്റില്ല. എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ ഗോപാല? അതെ സാർ. എന്നാലും എല്ലാവരും ആരാധിച്ചിരുന്ന ഒരാളെ ആർക്കും വേണ്ടാതാവുമ്പോൾ കഷ്ടമല്ലേ സാർ? പെണ്ണായാൽ പ്രത്യേകിച്ച്. ഞാൻ എത്രയോ പേരെ ഈ 40 കൊല്ലത്തിനിടയ്ക്ക് കണ്ടിട്ടുണ്ട്. എന്റെ പോലെ ആവരുത് എന്റെ മകളുടെ ജീവിതം. സത്യൻ സാറിന്റെ കൂടെ 14 വയസ്സിൽ പോകുമ്പോഴും എനിക്ക് സ്വന്തമായി 1 സെന്റ് ഭൂമിയില്ല. ഇന്ന് രജനി സാറിന്റെ അടുത്തെത്തി. ഇപ്പോഴും 1 സെന്റ് ഭൂമിയില്ല. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല. എന്റെ മകളെ ഓർത്തു മാത്രമാണ് ചെറിയ വിഷമം. പോട്ടെ സാർ. സുകുമാരി ചേച്ചി വിളിക്കുന്നു. അമ്പലത്തിൽ നിന്ന് പായസം വാങ്ങിക്കൊണ്ട് കൊടുക്കണം.